വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ട്യൂസ്ഡേ Q&A ആണ്. അതായത് ലാസ്റ്റ് വീക്കിൽ കമന്റ് ബോക്സിലും DMസിലും നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ വീക്കിലി Q&A ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അതായത് ഞാൻ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് ചാനലിൽ ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോജിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് അധികം റെക്കമെൻഡ് ചെയ്യാറില്ല. മാത്രമല്ല ലോങ് ടേമിൽ നമ്മൾ കോജിക് ആസിഡ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ പറയുന്നത് സിറത്തിന്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ ക്രീമുകൾ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, പ്രഗ്നൻസിയുടെ സമയത്ത് കോജിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷ് യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവാനായിട്ട് പോണില്ല, ബ്ലഡ് സ്ട്രീമിൽ അബ്സോർബ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കോജിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷസ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. മാക്സിമം 1% വരെയുള്ള കോജിക് ആസിഡ് ഫേസ് വാഷസ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ചില ഇൻഗ്രീഡിയൻസ്, എസ്പെഷ്യലി റെറ്റിനോള്, അതല്ലെങ്കിൽ ഒരു 7% നെബുള്ള ഗ്ലൈക്കോളിക് ആസിഡ്, അതല്ലെങ്കിൽ 2% നെബുള്ള സാലിസിലിക് ആസിഡ്, ബെൻസോൾ പെറോക്സൈഡ്, അല്ലെങ്കിൽ ഹൈഡ്രോക്വിനോണിൻ, കോജിക് ആസിഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് അധികം യൂസ് ചെയ്യേണ്ട എന്ന് പറയും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ സ്കിൻ പ്രഗ്നൻസിയുടെ സമയത്ത് സൂപ്പർ സെൻസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ ചിലപ്പോൾ ഈ സാധനങ്ങളിൽ നമ്മുടെ സ്കിൻ ഒന്നും കൂടെ ഇറിറ്റേറ്റഡ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് ചില ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് അബ്സോർബ് ആവും, എസ്പെഷ്യലി വിറ്റാമിൻ എ, റെറ്റിനോൾ പോലെയുള്ള സാധനങ്ങളും ഹൈഡ്രോക്വിനോൺ പോലെയുള്ള സാധനങ്ങളും. ഇത് നമ്മുടെ ബേബിക്ക് പ്രശ്നമാവുന്നു എന്നുള്ളത് കൊണ്ടും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നമുക്ക് എത്തിക്കൽ റീസൺസ് കാരണം നടത്താൻ പറ്റാത്തതും നമ്മൾ ആ റിസ്ക് എടുക്കാറില്ല. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കൂടുതലും പ്രഗ്നൻസിയുടെ സമയത്ത് സ്കിൻ കെയർ ചെയ്യാറ്. സോ അതുകൊണ്ട് തന്നെ ഈ ഇൻഗ്രീഡിയൻസ് പ്രഗ്നൻസിയുടെ സമയത്ത് അവോയ്ഡ് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതടങ്ങിയ ഫേസ് വാഷസ് യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇല്ല. പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എടുക്കുകയാണ്, ജനറൽ ആയിട്ട് ഇല്ല, പക്ഷെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഞാൻ സ്കിൻ കെയർ തൊട്ടുള്ള എല്ലാ ടോപ്പിക്ക് പറയുമ്പോഴും ഞാൻ എപ്പോഴും സ്കിൻ സേഫ്റ്റി വെച്ചിട്ടാണ് പറയാറുള്ളത്. കാരണം ഇറിറ്റേഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് നോക്കിയിട്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സ്പെഷ്യലി റെറ്റിനോള്, ഗ്ലൈക്കോളിക് ആസിഡിന്റെ 7% നെബുള്ള സാധനങ്ങളൊക്കെ. കോജിക് ആസിഡ് 1% ഇഷ്യൂ ഇല്ല, അതുകൊണ്ട് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അൺഷുവർ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് അഥവാ നിങ്ങളുടെ OBGYNനെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ വിറ്റാമിൻ സി ഡെഫിനറ്റ്ലി സേഫ് ആയിട്ടുള്ളതാണ്. ലാക്റ്റിക് ആസിഡ് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അസലിക് ആസിഡ് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കോജിക് ആസിഡ് ഡെഫിനറ്റ്ലി ഓൾട്ടർനേറ്റീവ് ആണ് അസലിക് ആസിഡ്. അതുപോലെ തന്നെ നമ്മുടെ നിയാസനമൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പെപ്റ്റൈഡ്സ് നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബക്കച്ചിയോൾ എന്ന് പറയുന്ന റെറ്റിനോളിന്റെ നാച്ചുറൽ ആൾട്ടർനേറ്റീവ് ഉണ്ട്, അത് നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഓൾട്ടർനേറ്റീവ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ റിസ്ക് എടുത്തിട്ട് വെറുതെ വേണ്ട എന്ന് പറയുന്ന സാധനം റിസ്ക് എടുത്ത് യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് ഈ ഓൾട്ടർനേറ്റീവ്സ് ഉള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ, കോജിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ? 1% അതിന് താഴോട്ടുവാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് സത്യം. അസലിക് ആസിഡ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും, എക്സ്പെഷ്യലി 10% അസലിക് ആസിഡ് ഒക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും. നമ്മളോട് പറയും നൈറ്റിൽ മാത്രം യൂസ് ചെയ്താൽ മതി എന്നുള്ളത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ അതിന്റെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാത്ത ബോട്ടിൽസ് വാങ്ങിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഓർഡിനറിയിൽ അതല്ലെങ്കിൽ എർത്ത് ഋതത്തിന്റെ ഒക്കെ അസലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ അവർ പറയും 2 times യൂസ് ചെയ്തു എന്ന് പറയാറുമുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ കിടന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ വരുന്നത്? ഡോക്ടർ പറയുന്നതല്ലേ ശരി? ആക്ച്വലി ഇതൊരു ഗ്രേ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സ്കിൻ പല സമയത്തും പല ഇൻഗ്രീഡിയൻസും ടോളറേറ്റ് ചെയ്യണം എന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നിയാസിനമൈഡ് 10% ഒരുപാട് പേർക്കും, ഒരു 80 above ആൾക്കാർക്കും ടോളറേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഒരു 20% ആൾക്കാർക്ക് ടോളറേറ്റ് ചെയ്യണമെന്നില്ല. അതുപോലെയാണ് അസലിക് ആസിഡ്. അസലിക് ആസിഡ് 10% ആക്ച്വലി സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. പക്ഷെ ചില ആൾക്കാർക്ക്, എസ്പെഷ്യലി ടീനേജേഴ്സിന്, അതല്ലെങ്കിൽ ഇതുവരെ സ്കിൻ കെയറോ അല്ലെങ്കിൽ സ്കിൻ മെച്ചുവർ അല്ലാത്തതോ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്കോ അസലിക് ആസിഡ് ചിലപ്പോൾ സ്കിന്നിന് സ്യൂട്ട് ആവണം എന്നില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ സ്കിൻ ടൈപ്പ് വെച്ചിട്ടാണ് ഇത് മാറുന്നത്. അതുകൊണ്ടായിരിക്കും ഡോക്ടേഴ്സ് നിങ്ങളുടെ തിക്നെസ് സ്കിന്നെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല, അപ്പൊ അതിന്റെ തിക്നെസ്സും ഇതൊക്കെ വെച്ചിട്ട് പറയുന്നത് നൈറ്റ് മാത്രമേ യൂസ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ അസലിക് ആസിഡ് നൈറ്റ് യൂസ് ചെയ്യണോ, മോർണിംഗ് യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ 2 നേരം യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾ ഓൾറെഡി റെറ്റിനോൾസ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് പോലെയുള്ള ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റിൽ ഡെയിലി യൂസ് ചെയ്ത് നോക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ 2 ദിവസം 3 ദിവസം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു പൊങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റ് നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. പ്രത്യേകിച്ചും 20% അസലിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നൈറ്റ് മാത്രമേ യൂസ് ചെയ്താൽ മതി.
ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന്റെ ടോളറൻസ് അനുസരിച്ചിട്ടാണ് അസലിക് ആസിഡ് 2 നേരം യൂസ് ചെയ്യണോ 1 നേരം യൂസ് ചെയ്യണോ എന്ന് മനസ്സിലാക്കുന്നത്. ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നൈറ്റിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് വീണ്ടും സേഫ്റ്റി, അതായത് പ്രത്യേകിച്ചും സെൻസിറ്റീവ് സ്കിൻകാരോ ഇതുവരെ സ്കിൻ കെയർ ചെയ്യാത്ത ആൾക്കാരോ ടീനേജേഴ്സും ആണെന്നുണ്ടെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓൾട്ടർനേറ്റ് നൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വീക്കിൽ, സെക്കൻഡ് വീക്കിൽ നൈറ്റിൽ മാത്രം യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ സാധാരണ പറയും തേർഡ് വീക്കിൽ നിങ്ങൾ മോർണിംഗിൽ യൂസ് ചെയ്തത് മോർണിംഗിൽ യൂസ് ചെയ്യേണ്ട. കാരണം നിങ്ങൾ അസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവും ഫേസിൽ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മൂക്കുരു എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രഗ്നൻസിയുടെ സമയത്ത് സ്കിൻ ഒന്നും കൂടെ സെൻസിറ്റീവ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റിൽ ഒരു 1 മന്ത് കംപ്ലീറ്റ്ലി നമുക്ക് നൈറ്റ്ലി യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നൈറ്റിൽ മാത്രം യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മോർണിംഗിനും കൂടെ സ്റ്റാർട്ട് ചെയ്താൽ മതി. സ്കിൻ ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മോർണിംഗും നൈറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. സ്കിന്റെ ടോളറൻസ് അനുസരിച്ചിട്ടാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എനിക്ക് 10% അസലിക് ആസിഡ് മോർണിംഗും നൈറ്റ് യൂസ് ചെയ്യും. കാരണം എന്റെ സ്കിൻ ടോളറേറ്റ് ചെയ്യുന്നതാണ് മാത്രം. കാരണം നമ്മൾ ഒരുപാട് സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, ഒരുപാട് എന്താ പറയുക ആക്റ്റീവ്സ് പല കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. എന്റെ സ്കിന്നിന് ആ ബാരിയറിന് കുറച്ച് സ്ട്രെങ്ത് ഉണ്ട്. സോ അതുകൊണ്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്കുള്ള സ്കിൻ ബാരിയർ അത്രയും സ്ട്രെങ്ത് ഉള്ളതാവണം എന്നില്ല. ചില സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗിനേഴ്സ്, സെൻസിറ്റീവ് സ്കിൻകാര്, അതുപോലെ ടീനേജേഴ്സ്, പ്രഗ്നൻസിയുടെ ആൾക്കാരൊക്കെ ഫസ്റ്റ് നൈറ്റിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ദെൻ വീണ്ടും നിങ്ങളുടെ മെയിൻ ഡെയിലി നൈറ്റ് യൂസ് ചെയ്താൽ സ്കിൻ അങ്ങനെ പേർജിങ്ങോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരാനായിട്ട് പോണില്ല. ഇത് അസലിക് ആസിഡിന്റെ മാത്രം റീസൺ അല്ല. ചില റെറ്റിനോൾ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ചില ആൾക്കാർക്ക് ഇങ്ങനെ പേർജിങ് വരാറുണ്ട്. പക്ഷെ അസലിക് ആസിഡ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. റെറ്റിനോൾ എക്സ്പെഷ്യലി നമുക്ക് വീക്കിലി 3 ടൈംസ് ഒക്കെ മതി. അതുകൊണ്ട് നമുക്ക് ഈ ഒരു റൊട്ടീൻ അല്ല നമ്മൾ റെറ്റിനോളിന്റെ ഭാഗത്ത് ചെയ്യുന്നത്. അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് നെക്സ്റ്റ് Q&A ചെയ്യും. അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് അവർ 2 പ്രൊഡക്റ്റ് തരും. ചിലപ്പോൾ അതിലൊന്ന് മിക്കവാറും സൺസ്ക്രീൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ആൾക്കാർക്ക് ഡൗട്ട് വരും, സൺസ്ക്രീൻ രാത്രി അപ്ലൈ ചെയ്യണോ, അത് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആണോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. നൈറ്റിൽ നമുക്ക് അതിന്റെ ആവശ്യം കിടന്നുറങ്ങുമ്പോൾ ഇല്ല. യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ നോൺ കോമിഡോജനിക് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂക്കുരൊന്നും വരാൻ പോണില്ല. പക്ഷെ നമ്മൾ ലോങ് പീരീഡിൽ നൈറ്റിൽ സൺസ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത നമ്മൾ മുഖത്തിടേണ്ട കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് നൈറ്റ് നിങ്ങൾ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ പുറത്ത് പോവുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് IT പ്രൊഫഷണലൊക്കെയാണ്, നിങ്ങൾ സ്ക്രീനിലൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്, ബ്ലൂ ലൈറ്റും റെഡ് ലൈറ്റും ഒക്കെ ഫേസിൽ വരുന്നു എന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ നൈറ്റിൽ സൺസ്ക്രീൻ ഇട്ടു എന്നും പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ പബ്ബിലൊക്കെ പോകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ നൈറ്റിൽ സൺസ്ക്രീൻ ഇട്ടു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, വന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് കിടന്നുറങ്ങിയാൽ മതി. പക്ഷെ മോർണിംഗിൽ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ഇത് എത്രാമത്തെ സ്റ്റെപ്പ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്കിൻ കെയറിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് മേക്കപ്പിന് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പൊ നിങ്ങൾ റെഗുലർ ആയിട്ട് ഫേസ് വാഷ് ചെയ്തു, ഏതെങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ഫേസിൽ ഇടുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ സൺസ്ക്രീൻ 2 ഫിംഗർ റൂളിൽ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മേക്കപ്പ് ചെയ്യുക. അതായത് നിങ്ങൾ കോമ്പാക്ട് ഇടുന്നെങ്കിൽ കോമ്പാക്ട് ഇട്ടോ. പിന്നെ നിങ്ങൾ പൗഡേഴ്സ് ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഫേസ് സൺസ്ക്രീൻ ഇട്ടിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് സൺസ്ക്രീൻ നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം മേക്കപ്പ് ചെയ്ത് തുടങ്ങിയാൽ ഏറ്റവും നന്നായിട്ടുള്ള കാര്യം. അപ്പൊ അതല്ല ടൈം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ റെഗുലർ സൺസ്ക്രീൻ ഇട്ട് ടിൻറ്റഡ് സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്താലും മതി. സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. നമ്മുടെ എല്ലാ സ്കിൻ കെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷം മോർണിംഗിൽ അവസാനം 2 ഫിംഗർ റൂളിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. നൈറ്റിൽ നമുക്ക് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ ആവശ്യമില്ല. അഥവാ നിങ്ങൾ നൈറ്റിൽ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇടുന്ന ആൾക്കാരാണെങ്കിൽ, ഞാൻ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇടുന്ന ആളാണ് നൈറ്റിലാണെങ്കിൽ, ഞാൻ വന്നിട്ട് സ്കിൻ കെയർ ചെയ്തിട്ട് കിടക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാൻ നൈറ്റിൽ ഇടാറെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് റീഅപ്ലിക്കേഷൻ പോലെ ഇടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് പുറത്ത് വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ നോർമൽ സ്കിൻ കെയർ ചെയ്യുക. ദെൻ അതിന്റെ ടോപ്പിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ കൂടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്യൂ ഒന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും ലെയർ ചെയ്യുന്നത്. ഇനി സൺസ്ക്രീൻ ലെയർ ചെയ്യുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ പില്ലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം വരും. അതായത് നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് നമ്മൾ സ്കിന്നിലോട്ട് റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരുമാതിരി തരിതരിയായിട്ട് പൊരിഞ്ഞു വരും. ഇതിന്റെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ചിലപ്പോൾ ഭയങ്കര ഹെവി ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും. പക്ഷെ അടി കിടക്കുന്ന മോയ്സ്ചറൈസർ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ പ്രോപ്പർ ആയിട്ട്
മുകൾ ടോപ്പ് ലെയർ ആയിട്ട് അവിടെ ഇരിക്കത്തില്ല. അത് പില്ലിയ അത് ഒരുമാതിരി ഒതുങ്ങിക്കൂടാനായിട്ട് തുടങ്ങും, പൊടിയായിട്ട് വരാനായിട്ട് തുടങ്ങും. സോ അതുകൊണ്ട് എപ്പോഴും മോയിസ്ചറൈസർ ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ സൺസ്ക്രീനേക്കാളും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോയിസ്ചറൈസർ ഇടുമ്പോൾ ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗിൽ മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നൈറ്റിലാണെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എക്സെപ്ഷണൽ കേസാണ്, ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയത്തില്ല. ബട്ട് സ്റ്റിൽ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റിൽ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, ഒന്നാമത്തെ. രണ്ടാമത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ ടൂ മച്ച് സ്കിൻ കെയർ യൂസ് ചെയ്യുന്നത്, 4-5 സിറംസും കുറെ ക്രീംസും 2-3 മോയിസ്ചറൈസറും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ അങ്ങനെ കുറെ സ്റ്റെപ്പ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ സ്കിന്നിലോട്ട് പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നടക്കത്തില്ല. ഇതെല്ലാം ടോപ്പ് ചെയ്തിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിന്റെ മുകളിൽ സൺസ്ക്രീൻ കൊടുക്കും, സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, അത് പില്ല് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ നല്ല തിക്കായിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൺസ്ക്രീൻ പില്ല് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ജനറലി പറഞ്ഞാൽ സൺസ്ക്രീൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യുക. സ്കിൻ കെയറിന്റെ ലാസ്റ്റ് ആണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾക്ക് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ പില്ലിങ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോയിസ്ചറൈസർ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് സൺസ്ക്രീൻ മാത്രം 2 ഫിംഗർ റൂളിലൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്കിൻ കെയർ മാക്സിമം കുറച്ചൊരു 5-6 സ്റ്റെപ്പിലൊന്ന് ഒതുക്കി നിർത്താൻ പറ്റുമെങ്കിൽ അതൊന്ന് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സൺസ്ക്രീൻ ഒരിക്കലും ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ചൊരു സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് നോക്കരുത്. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് വിടുമ്പോൾ നമ്മുടെ സൺസ്ക്രീനിലോട്ട് ഒന്ന് അബ്സോർബ് ചെയ്യുന്ന ആ ഒരു ലെവലിൽ സൺസ്ക്രീൻ വെക്കാനായിട്ട് നോക്കുക. കാരണം നമ്മൾ ഒരുപാട് ഒരയ്ക്കുകയാണെങ്കിലും ഈ ഒരു പില്ലിംഗ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ ഞാനകത്ത് ഒരു ക്വസ്റ്റ്യൻ 2 ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ സൺസ്ക്രീൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യേണ്ടതാണ്, രണ്ടാമത്തെ സൺസ്ക്രീൻ കാരണം ഉണ്ടാകുന്ന ആ പൊരിപ്പ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ റെയിനി സീസണിൽ പില്ലിംഗ് എഫക്റ്റ് കുറച്ചധികം കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡീഷണലി ഇതായിട്ട് പറഞ്ഞത്. നമ്മൾ 6% ഗ്ലൈക്കോളിക് ആസിഡ് ഡെയിലി അണ്ടർആർമിൽ യൂസ് ചെയ്ത ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത്. ഇത് ആക്ച്വലി ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫേസ് പോലെ തന്നെ നമ്മുടെ അണ്ടർ ആം സ്കിൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഒരു 6% യൂസ് ചെയ്യും. ചിലപ്പോൾ സ്കിൻ ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ അവിടുത്തെ സ്കിൻ ഇറിറ്റേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ചും അത് ക്രീം ബേസ്ഡിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ടോണറിലാണെങ്കിൽ ആ ഇറിറ്റേഷന്റെ ഇന്റൻസിറ്റി ചിലപ്പോൾ അത് കുറയാൻ ചാൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്കൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ അണ്ടർആമിന്റെ തിക്നെസ് വളരെ കൂടുതലാണ്, 6% ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങളുടെ അണ്ടർആമിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവാനും പോണില്ല. സോ റിസ്ക് എടുക്കാതിരിക്കാനായിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് 2% യൂസ് ചെയ്യുക. അല്ല നിങ്ങൾ 6% ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വീക്ക്ലി വൺസോ ടോയ്സോ നിങ്ങളുടെ സ്കിൻ ടോളറേറ്റ് ചെയ്യുന്ന അനുസരിച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഒരു 2% ആണെങ്കിൽ അണ്ടർആം റോളോൺസ്, വിഷ് കെയറിനത്, കെമിസ്ട്രി ക്ലീനത് അല്ലെങ്കിൽ മിനിമലിസ്റ്റ് അങ്ങനെ ഏതെങ്കിലും AHA/BHA ഉള്ള അണ്ടർആം റോളോൺസ് യൂസ് ചെയ്യുക. അതിന്റെ കൂടെ വീക്ക്ലി വൺസ് ഈ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്യുക. ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്യുന്നതിന്റെ ഡേ അണ്ടർആം റോളോൺസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മളെ കോജിക് ആസിഡോ അതല്ലെങ്കിൽ ട്രാൻഎക്സാമിക് ആസിഡിന്റെ ഒക്കെ സിറംസും നമ്മൾ അണ്ടർആമിൽ യൂസ് ചെയ്യും. ഡെയിലി യൂസ് ചെയ്ത് വീക്ക്ലി വൺസ് അല്ല ട്വൈസോ ത്രൈസോ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മോർണിംഗിൽ നിങ്ങൾ അണ്ടർആം റോളോൺസ് യൂസ് ചെയ്യുക. പക്ഷെ ഈ സിറം യൂസ് ചെയ്യുന്നതിന്റെ ടൈമിൽ ആ സിറം മോയിസ്ചറൈസറും മാത്രമേ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ലാസ്റ്റ് വീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐക്കാർഡ് കൊടുക്കാം. അതൊന്നും കൂടെ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും അതിനെപ്പറ്റി. എന്നിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാനും മറക്കണ്ട. ഒരു ക്വസ്റ്റ്യൻ കണ്ടു, എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ ബെനിഫിറ്റ് കൂടും, അല്ലെങ്കിൽ ഡിഫറൻസ് എന്താണ് എക്സ്പെൻസീവ് പ്രൊഡക്റ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സും തമ്മിൽ? സംഭവം എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ട്രിക്കി ക്വസ്റ്റ്യൻ. ചില എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്യും, നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്റ്റും അതിനോട് കടപിടിക്കാൻ പറ്റില്ല. പക്ഷേ ചില ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് എക്സ്പെൻസീവിനെക്കാളും നന്നായിട്ട് വർക്ക് ചെയ്യും. ഇതിലാ വരുന്നതെന്ന് വെച്ചാൽ ഫോർമുലേഷൻ, പിന്നെ ബ്രാൻഡിന്റെ ഒതന്റിസിറ്റി, അതൊക്കെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, എക്സ്പെഷ്യലി കൊറിയൻ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അവിടെ അത് വേറെ സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അത് ഇറക്കുമതിയുടെ ഒരു താരിഫ്, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എമൗണ്ട്, അതെല്ലാം കൂടെ വരുമ്പോൾ ഇതെല്ലാം ഈ ഒരു പ്രൊഡക്റ്റിലോട്ടാണ് വരുന്നത്. അതിന്റെ റേറ്റ് കൂടും. അപ്പൊ ബേസിക്കലി പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റ് 500 റുപ്പീസിന് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വെച്ചോ, അതേ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിന് അത്ര തന്നെ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ പുറത്തുണ്ടാക്കി എന്ന് വെച്ചോ, പക്ഷെ ആ പ്രൊഡക്റ്റ് നമ്മൾ ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 500ന്റെ കൂടെ ഇമ്പോർട്ട് ചാർജ്, എക്സ്പോർട്ട് ചാർജ്, അങ്ങനെ പല പല സാധനങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ട് ആ 500 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 600 700 ഒക്കെ ആയിട്ട് മാറും. അതാണ് ആ ഡിഫറൻസ് വരുന്നത്. ഇതേ കണക്കാണ് നമ്മുടെ ഇന്ത്യയുടെ സാധനം പുറത്തു പോകുമ്പോൾ അവിടെയും റേറ്റ് കൂടുതലായിട്ട് വരും. പക്ഷെ അവർക്കത് ഡ്രഗ് സ്റ്റോർ ആയിട്ട് മാറുമെങ്കിൽ പോലും റേറ്റ് കൂടുതലായിട്ട് വരും. അതാണ് ആ ഒരു
ബഡ്ജറ്റ് ഫ്രണ്ട്ലി എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു കൊറിയൻ ബ്രാൻഡ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ചില പ്രൊഡക്ട്സുകൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ നല്ലതായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബ്യൂട്ടി ഓഫ് ജോസന്റെ അണ്ടർ ഐ ക്രീമിനകത്ത് റെറ്റിനോൾ ഉണ്ട്. അതുപോലെ ആക്സസ്വൈഡ് അണ്ടർ ഐ ക്രീമിനകത്ത് റെറ്റിനോൾ ഉണ്ട്. ബ്യൂട്ടി ഓഫ് ജോസറിനകത്ത് റെറ്റിനോൾ ഉണ്ട്, ആക്സസ്വൈഡ് റെറ്റിനോൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിനിമലിസ്റ്റിന്റെ അണ്ടർ ഐ ക്രീമിനകത്ത് റെറ്റിനോൾ ഉണ്ട്. പക്ഷേ എന്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ബ്യൂട്ടി ഓഫ് ജോസൻ സെലക്ട്. പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിൽ നമുക്ക് മിനിമലിസ്റ്റും വർക്ക് ചെയ്യും. മിനിമലിസ്റ്റ് നല്ലതാണ്. പക്ഷെ ഏറ്റവും നല്ലത് ഏത്, പ്രൈസ് പോയിന്റ് കളഞ്ഞിട്ട് ഏറ്റവും നല്ലത് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബ്യൂട്ടി ഓഫ് ജോസൻ സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ മിനിമലിസ്റ്റിലും ഹൈലറോണിക് ആസിഡ് ഉണ്ട്, ഓർഡിനറിയിലും ഹൈലറോണിക് ആസിഡ് ഉണ്ട്. എൻ്റെ അടുത്തൊരു ഹൈലറോണിക് ആസിഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയും നിങ്ങൾ മിനിമലിസ്റ്റിന്റെ ഹൈലറോണിക് ആസിഡ് സെലക്ട് ചെയ്താൽ മതി. നമ്മുടെ അനുവ എന്ന് പറയുന്ന ബ്രാൻഡ്, അതായത് എനിക്ക് പണി കിട്ടി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ച ബ്രാൻഡിന്റെ ട്രാൻഎക്സാമിക് ആസിഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിനിമലിസ്റ്റിലും ട്രാൻഎക്സാമിക് ആസിഡ് ഉണ്ട്. ഞാൻ പറയും മിനിമലിസ്റ്റിന് ട്രാൻഎക്സാമിക് ആസിഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയും. അതുപോലെ തന്നെ നമ്മൾ അസലിക് ആസിഡ്, ഓർഡിനറിയുടെ അസലിക് ആസിഡ് ഉണ്ട്, നമ്മുടെ ഫാർമസിയിൽ കിട്ടുന്ന അസിഡം 10% ഉണ്ട്. ഞാൻ പറയും അസിഡം 10% വാങ്ങിക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഫോർമുലേഷൻ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആയിരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്, ചില സമയത്ത് നോൺ എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മുടെ കോസറെക്സിന്റെ സ്നെയിൽ മ്യൂസിക്, നല്ല റേറ്റുള്ള സാധനമാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിക്കണോ നമ്മുടെ ഡെർമക്കോഡ് വാങ്ങിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതൊരു ഗ്രേ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് കോസറെക്സിന്റെ സ്നെയിൽ മ്യൂസിനാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തത്. ഞാൻ കോസറെക്സിന്റെ സ്നെയിൽ മ്യൂസിന് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഡെർമക്കോഡ് സ്നെയിൽ മ്യൂസിന് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്നെയിൽ മ്യൂസിന്റെ ഓൾട്ടർനേറ്റീവ് പ്ലമ്മിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ളത് കോസറെക്സ് ആണ്, ബാക്കി രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ. എന്ന് പറഞ്ഞിട്ട് ഡെർമോക്കോ റിസൾട്ട് തരാത്ത ആൾക്കാരല്ല, ഡെർമോക്കോ റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യൻ സ്കിൻ, ഈ കോസറെക്സ് സ്കിന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഡെർമോക്കോ വർക്ക് ചെയ്യും. വ്യത്യാസം ഒന്നുമില്ല, ഫോർമുലേഷനിലും പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ടിലും ഒക്കെയാണ് ഈ എക്സ്പെൻസ് കിടക്കുന്നത്. ബേസിക്കലി ചോദിച്ചാൽ നമ്മൾ നന്നായിട്ട് ഫോർമുലേഷൻ ശ്രദ്ധിക്കുക. ഏറ്റവും നന്നായിട്ട് ഇന്ത്യൻ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന ഫോർമുലേഷൻ ഏതാന്ന് നോക്കുക. കാരണം ചില സമയത്ത് ഇന്ത്യക്കാരുടെ ഫോർമുലേഷൻ ഇന്ത്യൻ സ്കിന്നിൽ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ അത് ഏതാ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വാങ്ങിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസിലും നോൺ എക്സ്പെൻസിലും അല്ല ചില എല്ലാ കാര്യം കിടക്കുന്നത് ഫോർമുലേഷനാണ്. ചില ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനം നന്നായിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്കിൻ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചിലത് എക്സ്പെൻസീവിലോട്ട് പോകേണ്ടി വരും, കാരണം എക്സ്പോർട്ട് ഇമ്പോർട്ട് പിന്നെ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ഒക്കെ വെച്ചിട്ട് അത് എക്സ്പെൻസീവ് ആയിട്ട് മാറും. അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് പ്രൊഡക്റ്റ്, അപ്പൊ നമുക്കൊരു ജനറലൈസ് ചെയ്തിട്ടൊരു ആൻസർ ആ ക്വസ്റ്റ്യൻ ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു 5 വർഷം മുന്നേ ഉള്ള ഇന്ത്യൻ സ്കിൻ കെയർ അല്ല ഇപ്പോഴത്തെ ഇന്ത്യൻ സ്കിൻ കെയർ. നല്ല പുതിയ ബ്രാൻഡുകൾ വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫോർമുലേഷൻ നടത്തുന്നുണ്ട്. കാരണം മാർക്കറ്റ് നേരത്തെക്കാളും കുറച്ചും കൂടെ എന്താ പറയുക, ഒരു മത്സരത്തിലാണ്. അപ്പൊ ആ മത്സരം ഉള്ളതുകൊണ്ട് തന്നെ ബ്രാൻഡുകൾ തമ്മിൽ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല നല്ല പ്രൊഡക്റ്റുകൾ, വർക്കിംഗ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ തന്നെ കോപ്പീസ് വരെ അവർ നല്ല രീതിയിൽ ഫോർമുലേറ്റ് ചെയ്ത് ഇന്ത്യൻ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നതാണ് സെലക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഫിംഗർ ക്രോസ് ചെയ്യാം, ഒരു സമയം എത്തുമ്പോഴത്തേക്ക്. മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ പോലും നമ്മുടെ ഇന്ത്യൻ സ്കിൻ കെയർ, മിനിമലിസ്റ്റ് പോലെയുള്ള ഇന്ത്യൻ സ്കിൻ കെയർ ഇന്റർനാഷണൽ ബ്രാൻഡുകളും ഡോക്ടേഴ്സ് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സമയത്തുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്കിൻ കെയർ വലിയ രീതിയിൽ എക്സ്പോസ് വരും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ നല്ല പ്രൊഡക്ട്സുകളും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോൺ എക്സ്പെൻസീവ് നോക്കണം. നമുക്ക് ഇന്ത്യൻ കെ പ്രൊഡക്ട്സ് വരുന്നത് പോലെ നമുക്ക് ഇന്ത്യൻ സ്കിൻ കെയർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ജെല്ലാണ്. അത് എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളതേ ഉള്ളൂ. കാരണം ഞാൻ സ്കിൻ കെയർ, എന്നെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം, ഞാൻ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയ സമയത്ത് പല പ്രൊഡക്ട്സും എനിക്ക് ഇന്ത്യയിൽ കിട്ടാനിട്ട് ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെയും അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിന്റെ ഒക്കെ കൈയും കാലും പിടിച്ചിട്ട് ഞാൻ പ്രൊഡക്റ്റ് നാട്ടിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ഓർഡിനറിയുടെ ഒക്കെ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഈ നമ്മുടെ അന്നത്തെ കുറെ ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ വിശ്വസിച്ച് അവർക്ക് പൈസ കൊടുത്ത് പറ്റിക്ക വരെ പെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുവിധം ഹാപ്പിയാണ്. കംപ്ലീറ്റ്ലി ഹാപ്പിയാണെന്ന് വെച്ചാൽ അല്ല, കുറച്ച് എക്സ്പോഷർ ഇനിയും വരാറുണ്ട്. പക്ഷെ സ്റ്റിൽ എന്നാലും എനിക്ക് ഇന്ത്യൻ പ്രൊഡക്ട്സുകൾ ഒരുപാട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള പ്രൊഡക്റ്റ് ഇന്ത്യയിലോട്ട് കുറച്ചും കൂടി എക്സ്പോസ് ആയിട്ട് നൈക്ക, ടൈറ പോലെയുള്ള ബ്രാൻഡുകൾ അല്ലെങ്കിൽ കൾട്ട് പോലെയുള്ള ആൾക്കാർ കൊണ്ടു തരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ എക്സ്പെൻസ് എന്ന് വെച്ചിട്ട് മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് തൊട്ട് നമുക്ക് സ്കിൻ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇന്നത്തെ Q&A ഇവിടെ തീർന്നിരിക്കുകയാണ്. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് Q&A ആയിട്ട് ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ലോങ് ആയിട്ടോ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഒരിക്കലും മറക്കണ്ട, ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് ചെയ്യാറില്ല. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും ഷോർട്ടായിട്ട് എന്തെങ്കിലുമായിട്ട് ഞാൻ ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേ, ട്യൂസ്ഡേ, സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് തേഴ്സ്ഡേ വരുന്നത് വിത്ത് ലക്ഷ്മി സരിഞ്ഞ്.